സിനിമയിൽ സംഗീത സംവിധായകനായി അരങ്ങേറ്റം കുറിച്ച ആലപ്പി രംഗനാഥന് ഏറെയൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ല. വളരെ കുറച്ച് സിനിമകളുടെ പിന്നണിയിൽ മാത്രമേ നിൽക്കാനായുള്ളൂ എങ്കിലും ശ്രദ്ധേയമായ കുറേയേറെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്താൻ ഈ സംഗീത സംവിധായകന് കഴിഞ്ഞു. മലയാളത്തിന്റെ പ്രിയ ഗായകൻ യേശുദാസ് ആയിരുന്നു രംഗനാഥിന്റെ പ്രിയപ്പെട്ട പാട്ടുകാരൻ. ഞാൻ പറഞ്ഞല്ലോ, പ്രിയ സഖിക്കൊരു ലേഖനം എന്ന പാട്ട്, ആ സിനിമയുടെ ടൈറ്റിലും അത് തന്നെയായിരുന്നു. ആ പാട്ട് ദാസേട്ടൻ പാടി. അതിൽ 3 പാട്ടുണ്ട്. ബാക്കി 3 പാട്ടുകൂടെ പാടിക്കഴിഞ്ഞപ്പോൾ അന്നത്തെ ദിവസം എന്തോ എൻ്റെ പാട്ടിൻ്റെ മേന്മയൊന്നും ഞാൻ പറയില്ല, ദാസേട്ടനൊരു സന്തോഷം തോന്നി. അപ്പോൾ തരങ്കിണി വളർന്നു വരുന്ന കാലഘട്ടമാണ്. അവിടെ സ്റ്റാഫെന്ന് പറഞ്ഞാൽ ഒരു സംഗീത സംവിധായകനായിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ നിയോഗിച്ചു. പിന്നെ മലയാളം അല്പം പഠിച്ച ആളെന്ന രീതിയിൽ അവിടെ വരുന്ന സ്ക്രിപ്റ്റുകൾ കൂടെ ശ്രദ്ധിക്കാനുള്ള ചുമതല എനിക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്തു വന്നു. അപ്പോൾ അയ്യപ്പൻ്റെ നമ്മുടെ മണ്ഡലക്കാലം വന്നു. ദാസേട്ടൻ ഒരു 100 അയ്യപ്പ ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. ഇക്കുറിയും പാടേണ്ട ആവശ്യം വന്നപ്പോൾ രചനയും സംഗീതം കൂടെ എനിക്ക് തന്നു. അങ്ങനെ ഞാൻ ആദ്യമായി ഒരു പാട്ട് ചെയ്തു. സ്വാമി സംഗീതം ആലപിക്കും താപസഗായകനല്ലോ ഞാൻ. ഈശ്വരാധീനത്താൽ ആ പാട്ട് അങ്ങ് ഹിറ്റായി. രചനയും സംഗീതവും നന്നായി എന്നുള്ള അഭിപ്രായം ദേശവ്യാപകമായി ഉണ്ടായി. ദാസേട്ടൻ വളരെ സന്തുഷ്ടനായി. അത് ഇന്ത്യയിലെ 4 ഭാഷയിലേക്ക് അത് പകർത്തുകയും ചെയ്തു. സ്വാമി സംഗീതം കൊണ്ട് തന്നെ ആണ് ഞാൻ അനുഗ്രഹീതനാകപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്നു. തുടർന്ന് ദാസേട്ടൻ തുടരെ കുറേ പാട്ടുകൾ എന്നെക്കൊണ്ട് എഴുതിക്കുകയും ചെയ്യിക്കുകയും ചെയ്തു. യേശുദാസിന്റെ തരങ്കിണി സ്റ്റുഡിയോ ആണ് ഈ കലാകാരനെ ജനഹൃദയങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത്. നാടകവും സിനിമയും നൽകിയ പ്രശസ്തിയിലും ഏറെയാണ് തരങ്കിണി ആലപ്പി രംഗനാഥിന് സമ്മാനിച്ചത്. ഭക്തിയും പ്രണയവും ഉത്സവാഘോഷങ്ങളുമൊക്കെ മലയാളികളെ അനുഭവിപ്പിച്ച ലളിതഗാനങ്ങളിലൂടെയാണ് ആലപ്പി രംഗനാഥ് ഇവിടെ ഇപ്പോഴും ഓർമ്മിപ്പിക്കപ്പെടുന്നത്. ആകാശങ്ങൾക്കും ആകാശമാകും സിയോൻ പൂങ്കാവിൽ നിന്നും, ആകാശങ്ങൾക്കും ആകാശമാകും സിയോൻ പൂങ്കാവിൽ നിന്നും, 1000 ആട്ടിൻ കുട്ടികൾ താഴെ ഇറങ്ങി വരുന്നു, ഇറങ്ങി വരുന്നു. ഈ ഒരു പാട്ട് അദ്ദേഹത്തിൻ്റെ എൻ്റെയും ജീവിതത്തിലെ ഒരു ഹൃദ്യമായ ഗാനമായിരുന്നു, മറ്റു പലവിധ ഗാനങ്ങളോടൊപ്പം. എന്നാൽ ഇതിലൊക്കെ ഉപരിയായി നമ്മുടെ വന്ധ്യഗുരുനാഥനായ ONV സാറിൻ്റെ കുറേ പാട്ടുകൾ, 22ഓളം പാട്ടുകൾ ചെയ്ത് അതൊരു സൗഭാഗ്യമായിട്ട് ഞാൻ തന്നെ കരുതുന്നു. അതിനും എനിക്ക് ഭാഗ്യം ലഭിച്ചു. തുടർന്ന് ONV സാറിൻ്റെ കവിതകൾ ഉൾപ്പെടെ, ബിച്ചു തിരുമല സാറിൻ്റെ കവിത ഉൾപ്പെടെ, പ്രൊഫസർ മധുസൂദനൻ നായരുടെ കവിത ഉൾപ്പെടെ ഒരു പിടി കവിതകൾ ചെയ്യാൻ, മഹാന്മാരുടെ എല്ലാം, വയലാറിൻ്റെ ഉൾപ്പെടെയുള്ള കവിതകൾ ചെയ്യാൻ, അത് അതിനുള്ളൊരു അംഗീകാരം നേടാനും തരങ്കിണി ജീവിതം പ്രയോജനപ്പെട്ടു. 1-ാം കൊമ്പിൽ വന്നിരുന്നൊരു പുന്നാരക്കിളി ചോദിച്ചു, കുട്ടിനിളങ്കിളി പുന്നാരപ്പൈങ്കിളി കൂടുവിട്ടിങ്ങോട്ടു പോരാമോ തുടങ്ങിയ ഒരുപാട് കവിതകൾ. പിന്നീട് വന്ന ഒരു മഹാഭാഗ്യമാണ് ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ സ്വന്തം പുണ്യകരങ്ങളാൽ രചിച്ച സൂക്തങ്ങൾ മുഴുവൻ സംഗീതം ചെയ്യാൻ ഭാഗ്യം കിട്ടി. അങ്ങനെ അപൂർവമായ ചില ഭാഗ്യങ്ങൾ എനിക്ക് കിട്ടിയത് തരങ്കിണിയിൽ നിന്നാണെന്ന് പറയാതെ വയ്യ. ഹൃദയത്തിൽ കവിത്വമുള്ള സംഗീത സംവിധായകനാണ് ആലപ്പി രംഗനാഥ്. അതിപ്രശസ്തമായ കേരളീയ കവിതകൾ ഈ വിരൽത്തുമ്പിലൂടെ സംഗീത ശില്പങ്ങളായി മാറി. ആസ്വാദകർക്ക് അത് ശ്രവ്യ വിരുന്നായി. കവിതാ കാസറ്റുകൾക്ക് വിപണിയിൽ വൻ മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ പ്രധാനിയായിരുന്നു ഇദ്ദേഹം. നാടകകൃത്തായി രംഗത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനോടൊരുങ്ങുമ്പം നല്ല നല്ല നാടകങ്ങൾ എഴുതണം,
ആശയപ്രചരണത്തിന് അത് വളരെ ഉപകരിക്കും എന്ന് വന്നപ്പോൾ ഞാൻ നാടക സാഹിത്യകാരനായി നാടകരചയിതാവായി കോൺസെൻട്രേഷൻ അങ്ങോട്ട് മാറ്റി. അങ്ങനെ നാടകരംഗത്തേക്ക് കടന്നു. നാടകരംഗത്തേക്ക് കടന്നുകയും കേരളത്തിലെ പ്രധാനപ്പെട്ട സമിതികൾക്ക് വേണ്ടി 42ഓളം നാടകങ്ങൾ രചിച്ചു. അവയിൽ പലതിനും അവാർഡ് ലഭിച്ചു. അവാർഡ് ഒരു വലിയ കാര്യമാക്കി പറയുന്നില്ല എങ്കിൽ പോലും അംഗീകാരം ലഭിച്ചു എല്ലാ തരത്തിൽ നിന്നും. സർക്കാരിൻ്റെ അവാർഡിനേക്കാൾ ഉപരി ജനങ്ങളുടെ അവാർഡുകൾ ധാരാളം ലഭിച്ചു. അത് കഴിഞ്ഞ് മറ്റൊരു കുസൃതി കൂടെ ചെയ്തു. ഒരു സിനിമ സംവിധാനം ചെയ്തു, തിരക്കഥ എഴുതി. അമ്പാടിതല്ലിരുണ്ണി എന്നായിരുന്നു എൻ്റെ പേര്. പുതുമുഖങ്ങളെ മാത്രം ഇട്ടുകൊണ്ട് പിടിച്ച പടം സിനിമ എന്ന രീതിയിൽ, അല്ല ഒരു കഥയെന്ന രീതിയിൽ, കഥാവതരണം എന്ന രീതിയിൽ വലിയ മോശമെന്ന് പറയാൻ ഒക്കില്ലെങ്കിലും കളക്ഷൻ ഉണ്ടായില്ല. ഒരാഴ്ചത്തെ പടമായിട്ടത് നിന്നു. നാടകപ്രേമികൾ ഇന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന കുറേയേറെ നാടകങ്ങളുടെ രചയിതാവും സംവിധായകനുമാണ് ഇദ്ദേഹം. പാട്ടിന്റെ ലോകത്ത് വിസ്മയങ്ങൾ എഴുതിയ ആൾ നാടക അരങ്ങിലും എഴുതിയത് വിസ്മയ കഥകൾ തന്നെയായിരുന്നു. അരങ്ങിൽ നിന്നും അരങ്ങിലേക്ക് സഞ്ചരിച്ച ആലപ്പി രംഗനാഥ് പ്രശസ്തികൾ പലതും സ്വന്തമാക്കുകയായിരുന്നു. പക്ഷേ ഒരിടത്ത് ഇദ്ദേഹത്തിന് കാലിടറി. ശ്രീ ബാലേന്ദ്രമേനോൻ ധൈര്യസമേതം എന്നെ വിളിച്ചെനിക്കൊരു പടം തന്നു. ആരാൻ്റെ മുല്ല കൊച്ചുമില്ല. എല്ലാ പത്രങ്ങളും പ്രശംസിച്ച് അതിലെ ഗാനങ്ങൾ. അതിലെ പാട്ടിൽ ശാലീന സൗന്ദര്യമേ എന്ന ഒരു വലിയ ഗാനമുണ്ട്. കൂടാതെ ഏറ്റവും ഒരു സിമ്പിൾ പാട്ടിന് വളരെ പ്രചാരം ശ്രദ്ധിച്ചതിൽ കാട്ടിൽ കൊടും കാട്ടിൽ മുൾപ്പടപ്പിൽ ഒരു കൊച്ചുമുല്ല ആരും കാണാതെ ആരോരും അറിയാതെ ആകെ തളർന്നു പോയി കൊച്ചുമുല്ല കാട്ടിൽ കൊടും കാട്ടിൽ മുൾപ്പടപ്പിൽ ഒരു കൊച്ചുമുല്ല. പിന്നെ ശാലീന സൗന്ദര്യമേ എന്നൊരു പാട്ട്, പിന്നീട് പൊൻതാമരകൾ എന്ന് പറഞ്ഞ ലവ് സീൻ പാട്ട്. ഇങ്ങനെയൊക്കെ ആ പടം വളരെ നന്നായി ചെയ്യാൻ ഭാഗ്യമുണ്ടായി. പിന്നെ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ, അതെ, സത്യനന്ദിക്കാടിൻ്റെ ഒരു പടം. പിന്നെ മടക്കയാത്ര, പ്രിൻസിപ്പാൽ ഒളിവിൽ തുടങ്ങി കുറേ പാട്ടുകളും. പിന്നെ വിസ, മേഘസന്ദേശം ഒക്കെ, അങ്ങനെയുള്ള കുറേ, എല്ലാത്തിൻ്റെയും പേര് ഞാൻ ഓർക്കുന്നില്ല. പശ്ചാത്തല സംഗീതം. ഈ വഴി മാത്രം, സുകുമാരൻ എന്ന നടൻ്റെ, അജയ്യനായ നടൻ്റെ ലാസ്റ്റ് ചിത്രമായിരുന്നു ഈ വഴി മാത്രം. പിന്നെ എനിക്ക് മരണമില്ല, ബാലേന്ദ്രൻ ചുള്ളിക്കാട് നായകനായി അഭിനയിച്ച ഒരു പടത്തിൻ്റെ എനിക്ക് മരണമില്ല എന്നാണ് തോന്നുന്നു ആ പടത്തിൻ്റെ പേര്. അതിന് പശ്ചാത്തല സംഗീതം ചെയ്തു. അങ്ങനെ സിനിമാ രംഗത്ത് കിട്ടുന്ന വർക്കുകൾ ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരു സ്വഭാവമായിരുന്നു എനിക്ക്.